ക്യാമറ ഓൺ ആക്കിയില്ലായിരുന്നു അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ. Important features of Chola administration. The Chola administration was a strong military system, including the Navy. പിള്ളേർ നമ്മൾ പല കിങ്ഡത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെങ്ങും കാണാത്ത ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ ചോള അഡ്മിനിസ്ട്രേഷന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഉണ്ട്. അതേപോലെ തന്നെ മിലിറ്ററിക്ക് പുറമെ ഒരു നേവി ഫോഴ്സ് ഉണ്ട്, അതായത് ഒരു നാവിക പടയുണ്ട്. മനസ്സിലായോ? നമ്മള് സുൽത്താനേറ്റ് പഠിച്ചിട്ടുണ്ട്, മുഗൾ പീരീഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിനു മുമ്പ് മംഗോളിയൻ എംപയർ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങും കാണാത്ത ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ചോള കിങ്ഡത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് സവിശേഷതയാണ് ഏത്? നേവി ഫോഴ്സ്. ഓക്കെ. The village autonomy as per the decision taken by the common sabha at the meeting held at the Grama Sabha Mandalam, Chaturvedi Mangalam, Ottorambra. It has been decided to elect representatives to the various committees in accordance with the rule laid down by the Grama Sabha. A portion of the inscriptions the Cholas, Rajaraja Chola and Rajendra Chola were the greatest Chola rulers. The Chola developed a standing army, navy and an administrative system during the time of their rulers. The construction of the Rajaraja Rajeshwara temple at Tanjavur and the conquest of Sri Lanka were made during the period of
രാജരാജ ചോള ആൻഡ് രാജേന്ദ്ര ചോള adopted to title ഗംഗൈ കൊണ്ട ചോള. അദ്ദേഹം ഗംഗന്മാരെ കീഴടക്കിയത് കൊണ്ട് ഗംഗൈ കൊണ്ട ചോളൻ എന്ന പേര് അല്ലെങ്കിൽ എന്ന ടൈറ്റിൽ അദ്ദേഹം സ്വീകരിച്ചു, എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചു. മനസ്സിലായോ? In commemoration of his victory over of the Ganges, അതായത് ഗംഗന്മാരെ കീഴടക്കിയത് കൊണ്ടാണ് രാജേന്ദ്ര ചോളൻ ഗംഗൈ കൊണ്ട ചോളൻ എന്ന പേര് അല്ലെങ്കിൽ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്. Given about the accept from Automra description is given information about the village autonomy, which of the most important features of the ചോള അഡ്മിനിസ്ട്രേഷൻ. ശ്രദ്ധിക്കുക, ചോളന്മാർക്ക് ഒരു കടുത്ത ശക്തിയുള്ള ഒരു നാവികപ്പടയും അതേപോലെ തന്നെ അതിശക്തമായ മറ്റൊരു രാജവംശത്തിനും അവകാശപ്പെടാനാവാത്ത നാവികപ്പടയും ഉണ്ടായിരുന്നു. ഗംഗന്മാരെ കീഴടക്കിയത് കൊണ്ട് തന്നെ രാജേന്ദ്ര ചോളൻ ഗംഗൈ കൊണ്ട ചോളൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. മനസ്സിലായോ? ആ, ചോളന്മാരുടെ ഭരണം ആരംഭിക്കുന്നത് 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ തെക്കേ ഇന്ത്യയുടെ ഏതാണ്ട് മിക്ക ഭാഗങ്ങളും ചോളന്മാരുടെ അധീനതയിലായിരുന്നു. നമ്മുടെ പുസ്തകത്തിൽ ഇല്ല എങ്കിൽ പോലും നിങ്ങൾ കഴിഞ്ഞ വർഷം മൂവേന്ദ്രന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും 8ാം ക്ലാസ്സിൽ. ചോള, ചേര, പാണ്ഡ്യ എന്നീ 3 വംശങ്ങൾ അടങ്ങിയതാണ് മൂവേന്ദ്രന്മാര്. തെക്കേ ഇന്ത്യയിലെ അതിശക്തമായ 3 രാജവംശങ്ങളായിരുന്നു ചോള, പാണ്ഡ്യ, ചേര വംശങ്ങൾ. മനസ്സിലായോ? ഈ മൂവേന്ദ്രന്മാരിൽ പ്രധാനപ്പെട്ട ഒരു വംശമാണ് ചോളവംശം. ഇവർ ഭരണം നടത്തിയിരുന്നത് CE 9th century to CE 14th century. CE 9-ാം നൂറ്റാണ്ട് മുതൽ CE 14-ാം നൂറ്റാണ്ട് വരെ തെക്കേ ഇന്ത്യയുടെ മിക്ക ഭാഗവും കീഴടക്കി. അതേപോലെ തന്നെ ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ പോലെയുള്ള ദ്വീപ് സമൂഹങ്ങളെയും കീഴടക്കിയാണ് ഇവര് തങ്ങളുടെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചത്. അതിനായി ഇവർക്ക് അതിശക്തമായ ഒരു നാവികപ്പടയാണ് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ. See the important features of village autonomy of the Chola period. For the sake of administration, the Chola kings divided the country into mandalams, Valanadus, Nadus,
and Kottams, a group of autonomous villages formed a Kottam. All the responsibility and authority relating to the administration of the villages were vested with the people of the villages. Two councils known as the Ur and Sabha. Ur and Sabha. The two council. The major two council, Ur and Sabha, functions for the purpose of village administration. അവർ ഈ ഊറും സഭയും എന്തിനു വേണ്ടിയാണ്, എന്തുദ്ദേശത്തിൽ ലക്ഷ്യത്തോടുകൂടിയാണ് ഫോം ചെയ്തിട്ടുള്ളത്, രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? ഗ്രാമ സ്വയംഭരണം എന്ന ഉദ്ദേശത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട രണ്ട് കൗൺസിലുകളാണ് ഊറും സഭയും. മനസ്സിലായോ? മനസ്സിലായി സാർ. Yes. The people of all villages was included in the Ur, whereas the Sabha only a council of the Brahmins. This council assembles on the premises of the temples. The features of Sabha. അവിടെ നിൽക്കട്ടെ. കൊട്ടം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ കൊട്ടം എന്ന് പറയുന്നത് ഊരും സഭയും ചേർന്നതാണ്. മനസ്സിലായോ? കൊട്ടം എന്ന് പറയുന്നത് ഊരും സഭയും ചേർന്നതാണ് കൊട്ടം. മനസ്സിലായോ? മലയാളം മീഡിയംകാര് ആ ആ നോക്കുക. അപ്പോൾ സഭയും ഊരും എന്ന് പറയുന്ന രണ്ട് സമിതികൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അവയുടെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമ സ്വയം ഭരണമാണ്, അല്ലേ? അപ്പൊ ഞാൻ നാളെ വന്നിട്ട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, there are two councils for the purpose of dash എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ എഴുതണം? ഐ മീൻ എന്തുദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഊരും സഭയും ഫോം ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചത്. വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അല്ലെങ്കിൽ വില്ലേജ് ഓട്ടോണമി, ഗ്രാമ സ്വയംഭരണത്തിന് വേണ്ടിയാണ് അല്ലേ? വില്ലേജ് ഓട്ടോണമിക്ക് വേണ്ടിയാണ്, ഗ്രാമ സ്വയംഭരണത്തിന് വേണ്ടിയാണ് ഊരും സഭയും രൂപീകരിക്കപ്പെട്ടത്, അല്ലേ? അപ്പൊ ഈ രണ്ട് കൗൺസിലിനെയും കോമൺ ആയിട്ട് പറയുന്ന മറ്റൊരു പേരുണ്ട്. എന്താണത്?
ഊരിനെയും സഭയെയും ഒരുമിച്ച് പറയുന്ന മറ്റൊരു പേരാണ് കൊട്ടംസ് അഥവാ കൊട്ടംകൾ. മനസ്സിലായോ? അപ്പോൾ എന്താണ് കൊട്ടംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേർന്നതാണ്? ഊരും സഭയും ചേർന്നതാണ് കൊട്ടംസ്. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ നോട്ട് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മലയാളം മീഡിയത്തിന്റെ നോട്ട് ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ ഇടും കേട്ടോ. മലയാളം മീഡിയത്തിന്റെ കുറച്ച് എഡിറ്റിംഗ് ചെയ്യാനുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി ഞാൻ ഇടും കേട്ടോ. നാളെ രാവിലെ നിങ്ങൾക്കില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞു പോരെ. അപ്പോഴ് ഇവിടെ ശ്രദ്ധിക്കുക, ഊരും സഭയും ചേർന്നതാണ് കൊട്ടമുകള് അല്ലേ? ഊര് എന്ന കൗൺസിലിൽ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ടിരുന്നതും. പക്ഷേ സഭയിൽ ആര് മാത്രമായിരുന്നു അംഗങ്ങളായിരുന്നത്? ദ ബ്രാഹ്മിൻസ് ആണ്, അല്ലെ ബ്രാഹ്മണന്മാര് മാത്രം അടങ്ങുന്ന സഭയാണ് ബ്രാഹ്മണന്മാർ മാത്രം അടങ്ങുന്ന കൗൺസിലാണ് സഭ. എല്ലാ അംഗങ്ങളും അംഗങ്ങളായ സഭയാണ് എന്ത്? ഊർ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സഭ ചേർന്നിരുന്നത് എപ്പോഴും ക്ഷേത്ര ഭരണങ്ങൾക്ക് വേണ്ടിയാണ്. അന്ന് നിങ്ങൾക്കറിയാമല്ലോ, ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആരായിരുന്നു? ബ്രാഹ്മണന്മാരായിരുന്നു അല്ലേ? ക്ഷേത്രങ്ങളോ മക്കളെ? ക്ഷേത്ര ഉടമസ്ഥന്മാർ മാത്രമായിരുന്നു രാജാക്കന്മാര്. ക്ഷേത്ര ഭരണം നിർവഹിച്ചിരുന്നത് ശ്രദ്ധിക്കേ, ബ്രാഹ്മണന്മാരാണ്. പറയൂ എന്താടാ പറയാനില്ലേ? അപ്പൊ ക്ഷേത്ര ഭരണം നിർവഹിച്ചിരുന്ന രാജാക്കന്മാരല്ല. ക്ഷേത്രങ്ങളുടെ ഓണേഴ്സ് ഒരുപക്ഷെ രാജാക്കന്മാരായിരിക്കും, പക്ഷേ ക്ഷേത്ര അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും ബ്രാഹ്മണന്മാരാണ്. അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ഉൾപ്പെടെ ഉള്ളത് സ്വീകരിക്കുന്നത് രാജാക്കന്മാരാണ്. മനസ്സിലായോ? ഓക്കേ, വെരി ഗുഡ്. ബാക്കി നോക്കൂ. They were separate regulations for the functioning of the Sabha. The Sabha was divided into many panchayats with separate responsibility for the administrative convenience. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സഭയെ വീണ്ടും വിഭജിച്ചിരിക്കുന്നു. ഭരണ സൗകര്യത്തിനായിട്ട് ധാരാളം പഞ്ചായത്തുകളായിട്ട് ഇവിടെ സഭയെ വിഭജിച്ചിരിക്കുന്നു. മനസ്സിലായോ? മതിയടാ, സന്തോഷമായി എനിക്ക്.
നിങ്ങളുടെ എല്ലാം ഈ റെസ്പോണ്ട് കേൾക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷമാകുന്നത്. വെരി ഗുഡ്. ആ, തിങ്കളാഴ്ച വന്ന് നമുക്ക് കാണാം. ശരിയാ സാറേ, തിങ്കളാഴ്ച തിങ്കളാഴ്ച സ്കൂൾ വന്നാൽ പഠിപ്പിക്കൂ സാർ? ഓ, നമുക്ക് ഒരു ആദായം പറഞ്ഞിരിക്കണേ പോരെ? നമുക്കൊരു 2 ആഴ്ച വേണ്ട, 2 ആഴ്ച വേണ്ട, ഒരു 3-4 ദിവസം. 2 ആഴ്ച പരിചയപ്പെടാനോ? ശരിയാ സാറേ. അതെന്തോ പരിചയപ്പെടലടാ? കൂട്ടുകാര് കണ്ടിട്ട് കുറെ നാളായില്ലയോ? ആ, നിന്നെയൊക്കെ ഞാനും കണ്ടിട്ട് കുറെ നാളായി. ശരിയാ, സാറിനെ ഒന്ന് പരിചയപ്പെടാം. ആ, ഇപ്പൊ പരിചയപ്പെട്ട് പോരെ? അല്ല, ഇത് വ്യക്തമായിട്ടൊക്കെ സാറിനെ ഇച്ചിരി അടുത്തറിയാലോ. ഓ പരിചയപ്പെടാമെന്ന്. ഓ, എന്താടാ? സാറിനെ ഫുള്ള് ഡീറ്റെയിൽ. ആ, സ്കെച്ച് ചെയ്യരുത്. ഇല്ല സാർ. ഓക്കെ, എനിക്ക് നിന്നെയൊക്കെ പേടിയാ. ഇല്ല സാറേ, ഞാൻ പാവാ. ആണോ? ഞാൻ വിശ്വസിക്കാം. നെറ്റിൽ എഴുതി ഒട്ടിക്കണം. നോക്കിക്കോ. ആ, ഇടക്കിടക്ക് നമുക്ക് ഇങ്ങനെ ഓരോ കാര്യം പറയാം. പക്ഷെ ഒരുപാട് നീണ്ടു പോകണ്ട. നോക്കിക്കോ. Of the Panchayat was determined to through both and election. ആഹാ, നോക്കിക്കോ, അന്നും ഇലക്ഷൻ ഉണ്ടായിരുന്നില്ല പിള്ളേരെ. അപ്പൊ അന്ന് ബൂത്തൊക്കെ ഉണ്ടോ? ബൂത്തൊന്നും ഇല്ല. പിന്നെ അവിടെ കൊണ്ട് മറ്റേ ഇത് സ്വിച്ച് ഞെക്കി വോട്ട് കൊടുക്കും. അന്ന് സ്വിച്ച് ഒന്നും ഇല്ല. അന്ന് പേപ്പറും ഇല്ല. ഇതായിരുന്നടാ ചെവി പറയണോ? അല്ലടാ, അല്ലടാ, ചെവിയല്ല, ഈ കൈ ഇങ്ങനെ പോക്കും. ഓട്ടവാശ ഉള്ളവരെ എല്ലാം കൊണ്ട് നിർത്തും. ഏത് കൈപ്പത്തിയോ? അതിപ്പോഴല്ലേടാ, അതിവിടെ മാത്രമല്ലേ ഉള്ളൂ കോൺഗ്രസിന്റെ. അപ്പൊ ഇവിടെ ഇങ്ങനെ പൊക്കിയാ കുഴപ്പമില്ലല്ലോ. ആ, അപ്പൊ നമുക്ക് അങ്ങനെ പൊക്കാം കേട്ടോ. സോ അപ്പോൾ ഇലക്ഷൻ അവിടെയും നടന്നിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കേട്ടോ. The members were elected annually അതായത് വർഷാവർഷ ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ 1 person could serve as the members of Panchayat for a maximum for the 3 consecutive terms. അതായത് ഒരാൾക്ക് 3 തവണയിൽ കൂടുതൽ ഒരു കാരണവശാലും തിരഞ്ഞെടുക്കാൻ സാധിക്കുകയില്ല. മനസ്സിലായോ? ഇപ്പൊ അഭിനവിനെ നമ്മള് 3 തവണ തിരഞ്ഞെടുത്തു. അവന്റെ സ്ഥാനാർത്ഥി മോഹം കൊണ്ട് അവൻ പറയുമ്പോ എനിക്ക് അടുത്ത ഒന്നുകൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പോഴാണോ നടക്കും? അന്ന് നടക്കത്തില്ല. കാരണം അത് നിയമവിരുദ്ധാണ്. ഓക്കെ, ഒരു സ്ഥലത്തും പോയി മത്സരിക്കാൻ അവിടെ ഇവിടെയൊന്നും ഇല്ലടാ. എടാ, അങ്ങനെ ഇല്ല. ഇത് സീറ്റ് ഒന്നും ഇല്ല. മനസ്സിലായോ? ചുമ്മാ നിന്നങ്ങ് മത്സരിക്കുവാടാ. സീറ്റൊന്നും ഇല്ല. അംഗസംഖ്യയാണ്. അംഗസംഖ്യ എന്ന് മാത്രമേ ഉള്ളൂ. അംഗസംഖ്യ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും.
ഓക്കെ സാർ. നോക്കിക്കോ, ബാക്കിയോട് നോക്കിയിട്ട് നമുക്ക് ആ വീഡിയോ കാണാം. അതുകൊണ്ടാണ് ടീച്ച്മെന്റ് ക്ലാസ് എടുക്കാതിരുന്നത് കേട്ടോ. ഓക്കെ സാർ. Those who were accused of crimes such and bribery and theft were not given the chance to contest in for elections. അതായത് സഭയുടെ ചില സവിശേഷതകളുണ്ട്. അതായത് സഭയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. സഭയ്ക്ക് അതിൻ്റെ ഭരണനിർവഹണത്തിനായിട്ട് അതിനെ പല പഞ്ചായത്തുകളായിട്ട് വിഭജിച്ച് അതിന് പല പല ചുമതലകൾ നൽകിയിരുന്നു. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പോൾ പഞ്ചായത്ത് അംഗങ്ങളെ തീരുമാനിച്ചത് എങ്ങനെയാണ്? തിരഞ്ഞെടുപ്പിലൂടെയും അതേപോലെ തന്നെ മറ്റൊരു രീതിയും കൂടെ ഉണ്ട്. ഏതാ? നറുക്കെടുപ്പ്. എന്താ നറുക്കെടുപ്പ്? ചിലതൊക്കെ കേട്ടോ. ഇപ്പൊ എന്റെ അഭിനവിന്റെ പേര് നറുക്കിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അഭിനവിന്റെ പേരെടുക്കും. എന്റെ എനിക്ക് കിട്ടും. ആ കിട്ടും കിട്ടും. ഞാൻ MLA ആവും. നീ MLA ആകത്തില്ല, MP, മെമ്പർ ഓഫ് പഞ്ചായത്ത്. ഇവൻ പഞ്ചായത്തിന്റെ മെമ്പർ ആവോ സാറേ? അവനമ്മ കാക്കാടാ. ഓക്കെ സാർ, ആക്കാം. വലിയതായിട്ടാണ് സാറേ. നമ്മുടെ പ്രസിഡന്റ് സജി അറിയരുത് കേട്ടോ. നോക്കാം. ഓക്കെ, അത് നിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പറഞ്ഞോളാം. ആ ഇപ്പൊ കടുവയെ പിടിച്ച പോലെ ആണല്ലോടാ. ഇപ്പൊ കടുവയെ പിടിച്ച് കിടുകയാണോ? നിന്നെ പ്രസിഡന്റ് ആക്കുന്നില്ല. ആണ് സാറേ, ഇവൻ ഭയങ്കര പൊളിയാ. അവനെ ആക്കുന്നില്ലടാ. എന്നെ ആക്കണം സാറേ. അവനെ ആക്കണ്ട സാറേ, എന്നെ ആ അവനോട്ട് എന്നെ ആക്കിയാണ്. ആ ശരി, ഓ ആയിക്കോട്ടെ കേട്ടോ. അവസാനം നീയൊക്കെ കൂടി എന്നെ ആക്കരുത്. ശരിയാ സാറേ, സാറൊന്നായോ? സാറ് അപ്പൊ സൂപ്പറായി. വേണ്ടായി കേട്ടാ. ആ അപ്പോ ഭരണ സൗകര്യത്തിനായിട്ട് പഞ്ചായത്തിന് വിവിധ ചുമതലകൾ നൽകി വിഭജിച്ചു. പഞ്ചായത്തിലെ അംഗങ്ങളെ വർഷം തോറും തിരഞ്ഞെടുത്തു. മനസ്സിലായോ? ഒരാൾക്ക് തുടർച്ചയായിട്ട് 3 തവണ മാത്രമേ അംഗമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ അനഘ മോൾ ബി, അവള് നിന്നെ ഞാൻ 2021 പഞ്ചായത്ത് അംഗമായിട്ട് തിരഞ്ഞെടുത്തു. നിന്നെ ഞാൻ 2022 പഞ്ചായത്ത് അംഗമായിട്ട് തിരഞ്ഞെടുത്തു. നിന്നെ ഞാൻ 2023 തിരഞ്ഞെടുക്കുന്നു. നിന്നെ ഞാൻ 2024 തിരഞ്ഞെടുക്കാൻ പറ്റുമോ? അതെന്താ? തുടർച്ചയായിട്ട് 3 തവണയെ പറ്റത്തുള്ളൂ. പിന്നെ വേണമെങ്കിൽ 2026 പറ്റും. മനസ്സിലായോ?
വർഷം ഇല്ലേ ഒരാൾ ജയിച്ച വർഷം അയാൾ തോറ്റു. അപ്പൊ അതിന്റെ അടുത്ത വർഷം അയാൾക്ക് നിൽക്കാൻ പറ്റും. പറ്റും. അപ്പൊ സാറേ 3 തവണ ജയിച്ചിട്ട് പിന്നെ മത്സരിക്കാൻ പറ്റത്തില്ലല്ലേ? പിന്നെ പിറ്റേ വർഷം പറ്റത്തില്ല, അതിന്റെ പിറ്റേ വർഷം വേണേ പറ്റും. ശ്രദ്ധിക്കുക, വാക്ക് ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ട് 3 തവണ എന്നാണ് പറയുന്നത് കേട്ടോ. തുടർച്ചയായിട്ട് 3 തവണ മത്സരിക്കുക, അതിനുശേഷം മത്സരിക്കാതിരിക്കാം. 1 വർഷം മത്സരിക്കാതിരുന്നിട്ട് വേണം പിറ്റേ വർഷം മത്സരിക്കാം, അത് പ്രശ്നമില്ല. ഓക്കെ ഓക്കെ സാർ, മനസ്സിലായി സാർ. ഇവിടെ കൈക്കൂലി, കളവ് എന്നീ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മത്സരിക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? ഇപ്പോൾ അങ്ങനത്തെ നിയമമൊക്കെ ഉണ്ടോ സാറേ? അപ്പോ ഇപ്പൊ അങ്ങനത്തെ നിയമമൊക്കെ ഉണ്ടോ? ഇപ്പൊ അങ്ങനത്തെ നിയമമൊക്കെ ഉണ്ട്, ഒന്നും സ്ട്രിക്റ്റ് അല്ലെന്നേ ഉള്ളൂ. എനിക്ക് വേറെ അതൊക്കെ ഒരുപാട് ഡിസ്കഷൻ വേണ്ടി വരും, അതൊന്നും നമുക്കിപ്പോ സമയമില്ല അതിനൊന്നും. ഓക്കെ സാർ. കേട്ടോ? അപ്പോ ശ്രദ്ധിക്കുക, സഭയിലെ അംഗങ്ങളെ പെരുമക്കളെന്നും പഞ്ചായത്തിലെ അംഗങ്ങളെ വാരിയ പെരുമക്കളെന്നും അറിയപ്പെട്ടു. കേട്ടോ? The Sabha were called Perumakkals, and the Panchayat of members of Panchayat were known as വാരിയ പെരുമക്കൾ. മണ്ണ് വാരാനല്ലേ? All the responsibility and power relating to the administration of the villages were vested with the Sabha. Let's see its powers. Receive land for the temples. The collect tax by surveying land. Undertake the public work for the welfare of the people. Account 6 powers. Bullet keep account and records. Conduct of village administration of the judicial. Local administration of Kerala. ഇത് നമ്മുടെ കേരളത്തിലെ പ്രാദേശിക ഭരണവുമായിട്ട് വിദൂരമായ സാമ്യമുണ്ട്. ചോള ലോക്കൽ അഡ്മിനിസ്ട്രേഷന്. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് കാണാം. കാണണോ? ഓക്കെ
പിള്ളേരെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ല. പോസ് ചെയ്ത് വെച്ചേക്കുവാ വീഡിയോ. വീഡിയോ പോസ് ചെയ്ത് വെച്ചേക്കുവാ. അതെ, പ്ലേ ആവുന്നില്ല. നെറ്റിന്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. പോസ് ചെയ്ത് വെച്ചേക്കുവാ. പ്ലേ ആവുന്നില്ലടാ. സാരമില്ല, ഇത് ഗ്രൂപ്പിനകത്ത് ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് വിജയനഗര എംപയർ ആണ്. ഏതാണ്? വിജയനഗര എംപയർ ആണ്. സമയം എത്രയായി? നമ്മൾ എത്ര മണിക്ക് ക്ലാസ് തുടങ്ങിയെന്നറിയോ? 8:30 അല്ലേ? സോ അപ്പോഴ് നമുക്ക് തൽക്കാലം ഇത്ര മതി. ചോള തീർന്നല്ലോ. ഇനി വിജയനഗരമാണ്. വിജയനഗര സാമ്രാജ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പം മലയാളം മീഡിയംകാര് ആരൊക്കെ ഉണ്ട് ഇതിനകത്ത്? പേര് പറഞ്ഞേ. ഓരോരുത്തർ പറ. ആരാണ്? അനഘ ശ്രീകുമാർ, അൻസു നെൽസൺ അല്ലേ? ആരാണ്? സാന്ദ്ര കെ സന്തോഷ്, അനന്തു സി നായർ, വൈഷ്ണവ് ഹരി, പിന്നെ അദ്വൈത് ബി, അശ്വിൻ എം ആർ, വിജിതാടി. ഇനി ഉണ്ടാവില്ലോ. ആദർശ സജി, ഇത്രയും പേരല്ലേ ഉള്ളൂ.
ഇത്രയും പേരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് ടീച്ചറായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ യാതൊരുത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാക്കാൻ പാടില്ല. കേട്ടല്ലോ? ഓക്കെ സാർ. ഓക്കെ സാർ. കൃത്യമായിട്ട് ക്ലാസ്സിന് ചെല്ലുകയും വേണം. സാറല്ലയോ? സാറേ ഞങ്ങൾക്ക് സാധ്യതയില്ലേ? ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഞാൻ തന്നെ ആയിരിക്കും. എന്താ സന്തോഷം സാർ. സാറ് മതി. സന്തോഷം സമാധാനം സാർ. ഓ, മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. സന്തോഷം. ആ സന്തോഷത്തിനൊരു വോൾട്ടേജ് ഇല്ലല്ലോ. സന്തോഷം. സന്തോഷം. അഭിനവിന്റെ സന്തോഷത്തിനൊരു വോൾട്ടേജ് ഇല്ല. സാറേ ഞാൻ നല്ലതല്ല. ആണോ? സാറേ സന്തോഷമാണ്. എടാ ഉഷാറായിട്ട് പറയടാ. സന്തോഷം. സന്തോഷമാണ്. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് മീഡിയംകാരുടെ നോട്ട് കിട്ടിയല്ലോ. കിട്ടി സാർ. മലയാളം മീഡിയംകാരുടെ ഇപ്പൊ തന്നെ ഞാൻ ഇടും കേട്ടോ. ഓക്കെ സാർ. അപ്പോളോ മലയാളം മീഡിയം ഓരോരുത്തര് പേര് പറഞ്ഞിട്ട് ഇറങ്ങുക. ശ്രേയ സുരേഷ്. ഒരു മിനിറ്റ് ഇറങ്ങാൻ വരട്ടെ ഇറങ്ങല്ലേ. ഒരു മിനിറ്റ് ഇറങ്ങരുത്. 9 ആരൊക്കെയുള്ള? ലെഫ്റ്റി ലെഫ്റ്റി അനഗാമി. ലെഫ്റ്റി സാർ അൻസു നെൽസൺ. അൻസു നെൽസൺ 9 ആണോ? ആണോ സാർ? ഓക്കെ, തീർന്നോ? അടുത്തത് 9B. സാന്ദ്ര കെ. സാന്ദ്ര കെ സന്തോഷ്. അനഘ ശ്രീകുമാർ. ഇനിയുണ്ടോ ആരിലും? അദ്വൈത് ബി. എടാ അഭിമന്യു എന്തിയടാ? ഒരു അഭിമന്യു KR ഇല്ലായിരുന്നോ? അവൻ ഏത് ക്ലാസ്സിലായിരുന്നു? ആദർശ് സജി നിന്റെ ക്ലാസ്സിലായിരുന്നു ഒരു അഭിമന്യു KR? അവനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ആദർശ് സജി. പിന്നെ ആരെല്ലാം ഉണ്ടോ 9B-ക്കാര്? അശ്വിൻ MR അല്ലേ? ഇനി ആരെല്ലാം ഉണ്ടോ? അടുത്തത് 9C-ക്കാര്. അഭിനവേയം. ആവണി ശ്രീധർ. എടാ ഓരോരുത്തർ പറ. അഭിനവേയം ലെഫ്റ്റ് ജി. ഓരോരുത്തർ പറടാ. ആവണി ശ്രീധർ. ലെഫ്റ്റി. ഇനി ആരാ ഏ കുട്ടി ഉള്ളത്? ഏ കുട്ടി. എടാ ഒരാള് പറയട പിള്ളേരെ. അലീഷ എബ്രഹാം ലെഫ്റ്റി. അത് ഏ ആണോ? ആരാണ്? അമൽ കെ നായർ. അലൻ ജോൺ ലെഫ്റ്റി. അനന്തു TM ലെഫ്റ്റി. അഭിഷേക് എസ് ലെഫ്റ്റി. ആരാണ്? മോളെ നീ എസ് അല്ലേ? അവിടെ നിക്കേ. അലീഷ എബ്രഹാം ലെഫ്റ്റി. ആരാണ്? ആൽഫിയ റജി ലെഫ്റ്റി. ആര്യനന്ദ KR ലെഫ്റ്റി. അൽക്കാസാറ ജോൺ ലെഫ്റ്റി. സ്റ്റെഫി മോൾ അവിടെ നിൽക്ക്. സ്റ്റെഫി പോവല്ലേ. നിങ്ങൾക്ക് ഞാൻ സമ്മാനം വെച്ചിട്ടുണ്ട്. മരിയ പിന്നെ പോവല്ലേ. ഇനി B കുട്ടി എല്ലാം ഉണ്ടോ? ആരാണ്? അംന ലെഫ്റ്റി.
ബി കുട്ടി എല്ലാം ഉണ്ടോ? ബിക്കാരൻ സാർ അവൾ 9 D ആണ്. ഞാൻ 9 സിക്കാരെയാണ് വിളിക്കുന്നത്. 9 ഡിക്കാരോട് നിക്കേ. 9 D ആണ്. വിസ്മയ ലെഫ്റ്റി. സജിത സാജൻ. ഫെബിൻ ജോൺ സാർ ലെഫ്റ്റ് ചെയ്തോ. സജിത ഷാജൻ. മറിയ ബിനു ലെഫ്റ്റ് ചെയ്തോ. സ്റ്റെഫി അന്ന ബിജു ലെഫ്റ്റ് ചെയ്തോ. സാർ സ്റ്റീവസ് ജോൺ. സ്റ്റീവ് എസ് ജോൺ ലെഫ്റ്റി. സാർ ജോയൽ ടി മനോജ്. ജോയൽ ടി മനോജ് ലെഫ്റ്റി. ഉമാകാന്തേ, നിന്നെ ഇപ്പൊ രാവിലത്തെ ക്ലാസ്സിൽ കാണാറില്ലല്ലോ. ടീച്ച്മെന്റിലാണോ? ആ അത് അറ്റൻഡൻസ് എടുത്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ശരി, ലെഫ്റ്റ് ചെയ്തോ ഉമാകാന്തേ. ഇനി ആരാ ഉള്ള സീക്കാര്? സാർ ഗാദായ സാർ. ആ യെസ്, ഗാഥ. ഗാഥ സാർ സഹല അൻസാരി. ഗാഥ എസ് ലെഫ്റ്റി. ഗായത്രി ആരാ? ആരാ? മഞ്ജിമ പി എസ് ലെഫ്റ്റ് ചെയ്തോ. ഗായത്രി ആരാ? സാർ ആ നീയാണോ മോളെ ഗായത്രി? അതെ. ആ ഗായത്രി മോള് സി ആണോ ഡി ആണോ? സി ആണ്. ലെഫ്റ്റ് ചെയ്തോ കേട്ടോ. ഇനി സി കുഞ്ഞുങ്ങൾ ആരാ ഉള്ളേ? ബഹളം ഉണ്ടാക്കില്ലേ? ജീന ജോൺസൺ. ജീന ജോൺസൺ 9C അല്ലേ? ആണ് സാർ. ആ ലെഫ്റ്റ് ചെയ്തോ. ഇനി ആരാ സീക്കാരുള്ളേ? സാർ സാജിദ. സാജിദ ഷാജൻ അല്ലേ? അതെ. ആ മോള് നിന്നെ ഒത്തിരി നേരം ഞാൻ വിളിക്കുന്നു. ലെഫ്റ്റ് ചെയ്തോന്ന് ഞാൻ പറഞ്ഞായിരുന്നു.